ഹോട്ടൽ തന്നെയാണത്. എല്ലാവർക്കും നമസ്കാരം. വക്കറോട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗോവയിലെ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടലിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. ഇവിടെ നമ്മൾ നേരെ നോർത്ത് ഗോവയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഗോവൻ കാഴ്ചകളിലേക്ക് പോകാം. ഞങ്ങളിവിടെ ഒരു മിസ്റ്റ് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ട് വാട്ടർഫോൾസ് ഉണ്ട്. അവിടേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ്. ഇങ്ങനെ പോയി നമ്മൾ മിസ്റ്റ് വാട്ടർഫോൾസിലേക്കാണ് പോകണം കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് വെള്ളം ചാടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. നല്ല കൊടും കാട്. ഗോവയിൽ ബീച്ച് മാത്രമല്ല, കാടും ഉണ്ടടാ, കാട്. ഇതാണ് മിസ്റ്റി വാട്ടർഫോൾസ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് വെള്ളമുള്ളൂ. ഗൂഗിൾ മാപ്പിൽ മിസ്റ്റി വാട്ടർഫോൾസ് നോക്കിയിട്ട് വന്നതാണ് ഞങ്ങൾ അടുത്തുള്ള നിയർ ബൈ ലൊക്കേഷൻ നോക്കി വന്നപ്പോൾ കിട്ടിയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കുറച്ച് പിള്ളേരൊക്കെ അവിടെ നിന്ന് കുളിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇവിടെ നേരെ ഒഴുകി ആ മോളിൽ നിന്ന് ഒഴുകി താഴേക്ക് ഇറങ്ങി പോകുന്ന ഒരു വാട്ടർഫോൾസാണ്. മഴക്കാലത്ത് ഇവിടെ എന്തായിരുന്നു നിങ്ങൾ വന്നോ അടിപൊളിയായിരിക്കും. ഇനി ഞങ്ങളുടെ അടുത്ത യാത്ര ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ആ പോണ വഴിക്കുള്ള കുറച്ച് സ്ഥലങ്ങൾ കൂടിയിട്ടാണ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടുന്ന് പോകുന്ന വഴിക്ക് ഇത് ടൗണിനോടടുത്ത് ചേർന്നപ്പോൾ കണ്ട ഒരു പള്ളിയും അതിനോട് ചേർന്നിട്ടുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളും കണ്ടത്. ഞങ്ങൾ ഇന്നലെ രാത്രി പോകുമ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ച സ്ഥലമാണ്. അപ്പോൾ പകൽ ഞാൻ പോകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്. നമ്മുടെ ഫോർട്ട് കൊച്ചിയിലൊക്കെ നിൽക്കുന്ന ഒരു ഫീലുണ്ട് ഈ ഏരിയയിൽ. ഇനി ഇവിടെ നോക്കി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ. മഡ്ഗോ റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. പെപ്പേഴ്സ് കുസീൻ. അലിസുവിനെ കെട്ടിപ്പൊട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ബേബി സീറ്റിൽ. ഞങ്ങൾ മംഗോളിയൻ ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ ലെമണോറ എന്ന റെസ്റ്റോറൻറ്റ് ഫുഡുമാണ് ഓർഡർ ചെയ്തത്. ഇനി നേരെ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടാണ് വണ്ടി ഡ്രോപ്പ് ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ. അങ്ങനെ പപ്പയും മോളും നോർത്ത് ഗോവയിലേക്ക് പോവാണ്. ഞങ്ങൾ ഇവിടുന്ന് ട്രെയിൻ എടുത്തിട്ടാണ് പോണത്. മഡ്ഗോന്ന് ഞങ്ങൾ ടിബിമിലേക്ക് ട്രെയിൻ എടുക്കുകയാണ്. ട്രെയിൻ എടുത്തിട്ട് ഒരു 3/4 മണിക്കൂറിൻ്റെ യാത്രയുള്ളൂ. 3/4 മണിക്കൂർ യാത്ര നമ്മൾ നോർത്ത് ഗോവയിൽ പോയി 2 ദിവസം നമ്മൾ അവിടെയാണ്. 2 ദിവസമല്ല, ഇന്ന് നാളെ 2 നൈറ്റും 3 ഡേയും. അപ്പോൾ നമ്മൾ അവിടെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ട്രെയിൻ വെയിറ്റ് ചെയ്യുന്നു. നേരെ നമ്മൾ ടിബിം. ഒരു 3/4 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ടിവിം സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ ഒരു ടാക്സിയാണ് പറഞ്ഞിട്ടുള്ളത്. ആ ടാക്സി ചേട്ടൻ വന്ന് ഞങ്ങൾ പിക്ക് ചെയ്ത് ഈ വണ്ടിയിലാണ് ഞങ്ങൾ ഇന്ന് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം തിരിച്ച് 7 മണിയാകുമ്പോഴേക്കും ഫിലുവിൻ്റെ ക്ലാസ് തുടങ്ങും. അപ്പോഴേക്കും ഹോട്ടലിൽ എത്താനുള്ള പ്ലാനാണ്. നമുക്ക് നേരെ ഇനി വണ്ടിയിലേക്ക്. റോഹിത്താണ് നമ്മുടെ ഡ്രൈവർ കേട്ടോ. റോഹിത്താണ് നമ്മളൊന്ന് പിക്ക് ചെയ്ത് നമ്മളെ പറാ റോഡ്, അതുപോലെ തന്നെ ദൂസറ പോലെ ഫോർട്ട് ഷഫറ ഫോർട്ട്, 2 സ്ഥലത്തേക്ക് നമ്മളൊന്ന് കൊണ്ടുപോയിട്ട് നമ്മൾ നേരെ റൂമിലാക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടുള്ള യാത്രയാണ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പറാ റോഡ് എത്തിയിട്ടാണ്. ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇവിടെ. റിയൽ സിന്ദഗിയിൽ ആലിയ ഭട്ട് സൈക്കിൾ ഓട്ടി വരണതൊക്കെ ഈ വഴിയിലാണ്. അതിനുശേഷമാണ് ഈ വഴി ഇത്രയും ഫേമസ് ആയത്. അതിനുശേഷം ഇത്രയും ജനങ്ങൾ ഇവിടെ വന്നു തുടങ്ങി. ഒരു ലോഡ് ആളുകളാണ് ഈ 2 സ്ഥലത്തായി നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ട്രാഫിക് ഉണ്ട്. ഇവിടെ വണ്ടി സത്യം പറഞ്ഞാൽ അലോ ചെയ്യാൻ പാടില്ല ഈ ഒരു ഏരിയയിൽ. അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഒരു രസമായിരിക്കും. ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല സൗകര്യം. ഇത് പക്ഷേ വണ്ടികളും അതിൻ്റെ ഇടയിൽ കൂടെ സ്കൂട്ടറും കാറൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്ക് സമാധാനമായിട്ട് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ.
മാറാ റോഡിന് ശേഷം ഞങ്ങൾ ഇനി പോകുന്നത് വാഗത്തോർ ബീച്ച് വ്യൂ ആണ്. അതിന് മുന്നേ സഫാറ ഫോർട്ടിൽ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോഴേക്കും 5 മണി കഴിഞ്ഞു. 5 മണിക്ക് മുന്നേ അവിടെ എത്തിയാലേ കടത്തി വിടുള്ളൂ. അപ്പോൾ സഫാറ ഫോർട്ടിൽ പോകുന്നവർ 5 മണിക്ക് മുന്നേ എത്തിയാലാണ് അവിടെ കടത്തി വിടുള്ളൂ. ആ വഴിക്ക് പോകുന്നിടത്താണ് ഡബ്ല്യുവിൻ്റെ ഹോട്ടൽ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയത്. പക്ഷെ അവിടെ ചെന്നിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അവിടെ കയറി പോകാൻ പറ്റിയില്ല. ഇനിമേ നമ്മളിനി പോകുന്നത് വാഗത്തോർ ബീച്ച് വ്യൂയിലേക്കാണ്. ഇവിടുന്ന് നേരെ വണ്ടി യൂട്ടേൺ എടുത്ത് വാഗത്തോർ ബീച്ച് വ്യൂ പോയിന്റിലേക്ക്. നമ്മൾ അങ്ങനെ വാഗത്തോർ ബീച്ച് വ്യൂ പോയിന്റിൽ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയുണ്ട്. ബീച്ച് ഇങ്ങനെ തിളച്ച് മറയണ ഒരു സ്ഥലമാണ്. ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ നിന്ന് ബീച്ചിൻ്റെ ഫുൾ വ്യൂ കിട്ടും. ഫിലിമോൾ ഫുൾ ഗ്ലാസ് വിത്ത് ഫുൾ ഓൺ ഫുൾ. അതാണ് വാഗത്തോർ ബീച്ചിൽ വെള്ളം കണ്ടില്ലേ, നല്ല അടിയാ. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമുക്ക് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് നിൽക്കാം. അതിൻ്റെ ടോപ്പ് വശമാണ് ഇത്. നല്ല ഫുൾ വ്യൂ ഇതാണ് വരുന്നത്. ഇവിടെ ശിവാജി മഹാരാജിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. നിൽക്കണം. സൺസെറ്റും ഇതും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത സൂപ്പറായിരിക്കും. അങ്ങനെ ബാഗ ബീച്ചിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ അഞ്ജുന ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. ബീച്ചിൽ എന്താ ഇറങ്ങാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല തിരയാണ്. ഇവിടെ വാർണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ബീച്ചിലൊന്നും ഇറങ്ങാണ്ട് നിൽക്കുന്നത്. ഇതിൻ്റെ കാഴ്ച അത് മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. ഈ സ്ഥലങ്ങളിലെ പേര് വെച്ചിട്ടാണ് ഇവർ ഓരോ ബീച്ചുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഓരോരോ സ്ഥലങ്ങളെ വേർതിരിച്ച് വെച്ചിട്ടുള്ളത്. എനിവേ ഈ ബീച്ചിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. ഇവിടെയൊക്കെ വേസ്റ്റിട്ട് ബീറും കുപ്പിയും അത് ഇത് ഇവിടെ ഇടാത്ത സാധനങ്ങളല്ല, കംപ്ലീറ്റ് ഇവിടെ ഉറച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ചരലട വെട്ടുകല്ലാണ് ഇവിടെ കാണുന്നത്. വെട്ടുകല്ല് കൂടെ ഇട്ടിട്ടുള്ളതാണോ എന്താണെന്നറിയില്ല. വെട്ടുകല്ലിൻ്റെ ഏരിയയാണ് കംപ്ലീറ്റ്. ഇവിടുന്ന് അങ്ങോട്ട് ഗോവയുടെ രാത്രി കാഴ്ചകളിലേക്കാണ് നമ്മൾ പോണത്. പഞ്ചിം സിറ്റിയിലൂടെയുള്ള ഈ ട്രാഫിക്കിലൂടെ ഞങ്ങൾ കുറേ യാത്ര ചെയ്ത് ഞങ്ങളിനി നോർത്ത് ഗോവയിൽ സ്റ്റേ ചെയ്യുന്ന അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. അതിനിടയ്ക്ക് ഈ കാഴ്ചകളൂടെ കണ്ടതിന് ശേഷം നമുക്ക് നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാം.
യാത്ര നോർത്ത് ഗോവയിലുള്ള ഈ അപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് അവസാനിച്ചിരിക്കുകയാണ്. 2 ദിവസം താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റാണ് ഇത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഇൻഫിനിറ്റി പൂളാണ്. അതിലും കൂടി ഞങ്ങളൊന്ന് പൊളിച്ചടക്കിയതിന് ശേഷം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്കിനി നാളത്തെ വീഡിയോ കാണാം. കാരണം ഇന്ന് രാത്രി ഇനി ഫിലിമോട് ക്ലാസ്സിലേക്ക് കയറുന്നു, ഞാൻ ബേബി സിറ്റിങ്ങിന് പോകുന്നു, അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്നു, കിടക്കുന്നു. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.